ഹലോ, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കുന്നൊരു സാധനം, ഇത് നെയ്യാണ്. ചാളയുടെ നെയ്യ് മാത്രം ഞാൻ പിച്ചിയെടുത്ത് കഴുകി ഇടുകയാണ് ചട്ടിയിലോട്ട്. എന്നിട്ട് ചാള എടുത്ത് വെച്ചിട്ടുണ്ട് വെട്ടിക്കഴുകി. അതിനകത്ത് കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ചേർത്ത് പൊരിക്കാൻ പോവുകയാണ്. ആ നെയ്യിൽ, ചാളയുടെ നെയ്യിൽ തന്നെ, വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഇല്ല. ചെറിയ തീയിലിട്ട് പൊരിച്ചെടുക്കും. അങ്ങനെ ചെയ്യും. പണ്ടൊക്കെ പച്ച കുരുമുളക് അരച്ചൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പച്ച കുരുമുളകൊന്നും ഇല്ല, കിട്ടാനേ ഇല്ല. പിന്നെ ഞങ്ങളുടെ അവിടെ മുറ്റത്തൊക്കെ ഉണ്ട്, പക്ഷെ കുറ്റിക്കുരുമുളകും, അതിന് പഴയ കുരുമുളകിൻ്റെ എരിയും ഇല്ല. അങ്ങനെ ഇന്ന് എന്തുവായാലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എന്തിൻ്റെ കൂടെ തിന്നാനാണെന്ന് വെച്ചാൽ, കായും ചേമ്പും ചേനയും കാച്ചിലും കൂടെ ഞാൻ പുഴുങ്ങുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചൊരു വലിയ ചരുവത്തിയിട്ട് അടുപ്പിൽ പുഴുങ്ങിയിട്ട് വേവ് വ്യത്യാസമുള്ളതെല്ലാം അതിനനുസരിച്ച് നുള്ളിപ്പറക്കി സ്റ്റിക്ക് വെച്ച് കുത്തി ഇങ്ങെടുത്ത് ഞാൻ മാറ്റും വേവുന്നതിന്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പണ്ട് 2-3 മാസം മുമ്പ് ആമ്പൽപ്പാടം കാണാൻ പോയപ്പം ഞങ്ങൾ ഒരു വഴിയോര കടയിൽ നിന്ന് ഇങ്ങനെ പുഴുക്ക് തിന്നായിരുന്നു, പല കളർ സൈസിലെ ചമ്മന്തിയും ചേർത്ത്. പിന്നെ അങ്ങനെ കുരുമുളക് ചേർത്ത് ചാളയെല്ലാം അതിനകത്ത് പറക്കിയിട്ട്, പിന്നെ അതിനകത്ത് ബാക്കിയുള്ളതും എല്ലാ അരപ്പും കൂടെ ഞാൻ അതിനകത്ത് തന്നെ വടിച്ചൊഴിച്ച് തീ കുറച്ചിട്ട് നല്ല മുരിച്ചെടുക്കാനായിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നിട്ട് ഇതിനകത്ത് ഞാൻ 2 സൈസിലെ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതും പുഴുക്ക് വെട്ടി വെച്ചതൊന്നും ഞാൻ കാണിച്ചില്ല, പുഴുങ്ങിയത് കാണിക്കുക, പുഴുങ്ങിയെടുത്തത്. കഴിഞ്ഞിട്ട് ഇനി ഞാൻ കൊച്ചുള്ളി കുറച്ച് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞ് കൊച്ചുള്ളി കുറച്ച് റെഡിയാക്കി എടുത്തിട്ട് അത് ചീനിച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് 2-3 വെളുത്തുള്ളിയും 2 വറ്റൽമുളകും, പിന്നെ വറ്റൽമുളക് ഇല്ലായിരുന്നു, അത് ഇനി ഇഞ്ചി ഇടണം. ഇഞ്ചി, ഈ ഉള്ളിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിഞ്ഞ് കോരിയിട്ട്, ഇഞ്ചി ഞാൻ ഇച്ചിരി നേരം നല്ലോണം മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചി മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ മുളകിൻ്റെ ചില്ലി പൊടിയുണ്ടെന്ന് വെച്ചാൽ ചറപറാന്ന് പൊടിച്ച പൊടി ഇരിപ്പുണ്ട്, അതെടുത്ത് ഞാൻ ഇതിനകത്തിട്ട് ഇങ്ങനെ പൊടിച്ചത്. അതായത് നല്ല പേസ്റ്റായിട്ട് പൊടിയാത്ത പൊടി മേടിച്ചത് ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നല്ല ചെറിയ ഒരു മുരിച്ചെടുത്തിട്ട് ഞാനത് ചമ്മന്തിയാക്കി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം കൂടി ഇട്ട് സൂപ്പറായിരുന്നു. പിന്നീട് ഉണ്ടാക്കിയത് ഇതാണ്, ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ അരച്ചെടുത്ത് മീനും പൊരിച്ച്, ചേന ചേമ്പ് കാച്ചിൽ കായും കൂടെയൊക്കെ